ചിക്കൻ്റെ റെസിപ്പിയേക്കാളൊക്കെ കൂടുതലായിട്ടും സീ ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരാളാണ്. സീ ഫുഡ് ഐറ്റംസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പ്രോൺസിൻ്റെ റെസിപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്നൊരു പ്രോൺസ് 65 തന്നെ റെഡിയാക്കിയാലോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 250 ഗ്രാം പ്രോൺസ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 നാരങ്ങയുടെ പകുതി നീരും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നാരങ്ങയുടെ നീരുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ വെള്ളയും, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒരു 30 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഈ ഒരു ഭാഗം കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. പ്രോൺസൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ സംഭവം റെഡി. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സവാളയോ ലെമണോ കൂടെ വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പ്രോൺസ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ പറഞ്ഞ പോലെ ഇത് ട്രൈ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.